അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഉപ്പച്ചിയുടെ സ്പെഷ്യൽ ഡിഷാട്ടോ. അപ്പൊ ഉപ്പച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന്. അപ്പൊ ഉപ്പ, ഇന്ന് എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ്. ഓക്കെ, ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇന്ന് അയക്കൂറയുടെ ബിരിയാണിയാണ്. സ്പെഷ്യൽ റെസിപ്പിയാണ്, എന്റെ സ്വന്തം റെസിപ്പിയാണ്. യെസ്, അപ്പൊ ഉപ്പച്ചിയുടെ സ്വന്തം റെസിപ്പിയിലാണ് നമ്മൾ ഇന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ബിരിയാണിക്കുള്ള നല്ല അയക്കൂറ മുറിച്ച് ക്ലീൻ ആക്കി വെച്ചതാട്ടോ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫിഷ് നന്നായി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതും ഉപ്പച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ. അതിനുശേഷം നമ്മുടെ മസാലയ്ക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാലോ. ഇഞ്ചി, നാരങ്ങ, തൈര്, വെളുത്തുള്ളി, മുളക്, സവാള, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പില, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് റെഡി ആയിട്ടുണ്ടാവും. അത് ഫ്രൈ ചെയ്ത് നമ്മൾ മസാലയ്ക്കായിട്ട് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മസാലയ്ക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് അരിച്ചത് ഈ ഒരു പരുവത്തിലാക്കി നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് മസാലയ്ക്ക് വേണ്ടി. അപ്പോൾ മീനെല്ലാം നല്ല ഫ്രൈ ചെയ്ത് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായി നമ്മുടെ മസാലയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. പാന് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നന്നായിട്ട് എന്ത് ചെയ്യുക, പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പാനിലാണ് നമ്മൾ മസാല വെക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നവരെ, ഈ ഒരു പരുവത്തിലാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ അത് മാറ്റി വെക്കുക. അതിനെയാണ് ബസ്ത എന്ന് പറയുന്നത് കേട്ടോ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഉപ്പയുടെയിൽ നിന്ന്. എന്നിട്ട് ഈ എണ്ണയിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പാന്, അതിലേക്ക് എണ്ണ ഒഴിച്ചു, കരിവേപ്പില ഇട്ടു, നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി നമ്മൾ എന്ത് ചെയ്യാണ്, പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തക്കാളി ഒരു കറി പരുവത്തിലാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് ചെറുതായി വരുന്ന രൂപത്തിൽ. പിന്നെ നമ്മൾ മുന്നേ എടുത്തു വെച്ചൊരു മസാലയുണ്ട്, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഉപയോഗിച്ച് ചതച്ച അതും ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ. അതിന് ശേഷമാണ് നമ്മൾ തൈരിടുന്നത്. മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മളിട്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കി അതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് നമ്മൾ ഒന്നായിട്ട് വിതറുകയാണ് മസാലയിലേക്ക്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ബസ്ത, അതിൽ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മളിടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മസാലയുടെ ബേസ് സെറ്റാക്കുകയാണ്. അതിലേക്ക് ചൂടുവെള്ളം അല്പം ഒഴിച്ചു കൊടുക്കുക. അധികമാവേണ്ട, മസാല കുറച്ച് അലിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ചൂടുവെള്ളം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നോക്കിയാൽ നമ്മുടെ ബേസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അയക്കൂറ ഇങ്ങനെ സെറ്റാക്കി അതിൻ്റെ മേലെ എല്ലാം കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും കാണാൻ. നല്ല സ്മെല്ലുണ്ടായിരുന്നു മസാലയും ഫിഷിൻ്റെയും എല്ലാം കൂടെ. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു. നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ, കരിവേപ്പില, അതുപോലെ തന്നെ ക്യാരറ്റ്, കറുവപ്പട്ട എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ ബിരിയാണിയുടെ കഴുകി ക്ലീനാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചൂടാക്കാൻ വെക്കുക. ഇത് നമ്മുടെ സൈഡ് ഡിഷ് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിക്കൻ ഫ്രൈ മാത്രമായിരുന്നില്ല, നമുക്ക് കാട ഫ്രൈ, അതേപോലെ തന്നെ ബീഫ് വരട്ടിയതെല്ലാം ഉണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ വായിൽ വാട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്യുക കേട്ടോ. അത് ഉപ്പച്ചിയുടെ ഒരു സ്പെഷ്യൽ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബിരിയാണി റൈസ് എന്ത് ചെയ്യുന്നത്, നന്നായിട്ട് വിളമ്പുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ബസ്തെ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമ്മളതൊരു ലെയറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ഈ ലെയറിൻ്റെ തൊട്ട് മേലെയായിട്ട് വീണ്ടും നമ്മൾ റൈസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ബസ്ത ഇടുക. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, അതാണ് നെയ്യ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് നേരം അത് ചൂടായതിനു ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന സീനാണ് കേട്ടോ ഇത്. അത് ഒരു ഉഗ്രൻ സീനായിരുന്നു. ലൈക്ക് നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ബിരിയാണി, അയക്കൂറ ബിരിയാണി റെഡിയാണ് കേട്ടോ.
എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഴിക്കാനായിട്ട്. നമ്മുടെ ഫിഷ് ഈ വാഴലേൻ്റെ അടിയിൽ നിന്ന് തന്നെ കേട്ടോ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ റൈസിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ വിളമ്പിയത് ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഉപ്പച്ചിയുടെ ബിരിയാണി ആയിരുന്നു. സോ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.